യേശുവെ നന്ദി, യേശുവെ സ്തുതി. അമ്മ മാതാവും ഈശോയും കൂടി ചേർന്ന് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞങ്ങൾ വന്ന് നിൽക്കുന്നത്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തേന് ഞങ്ങൾ നന്ദി പറയുന്നു. എൻ്റെ പേര് സിമി, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മമ്മിയും ഡാഡിയും ഇവരും തൃശ്ശൂരാണ്, അയ്യന്തോൾ ഇടവകയാണ്. ഞങ്ങൾ മൂന്നാളും സിൽവർ ഉടമ്പടിയിലാണ്. ഞാൻ നവംബർ 2019 ഉടമ്പടി എടുത്തത്. മമ്മിയും ഡാഡിയും മാർച്ചും ഒക്ടോബർ 2021 ഉടമ്പടി എടുത്തത്. സിൽവർ ഉടമ്പടിയിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങൾ മൂന്നാളും ഒരേ നിയോഗത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത്. അതാണ് ഞങ്ങൾ മൂന്നാളും ഒരുമിച്ച് നിന്ന് കാര്യം സാധിച്ച് അമ്മ അനുഗ്രഹിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഒന്നാമത്തെ സാക്ഷ്യം, എൻ്റെ ഡാഡി റിട്ടയർഡ് ആയതാണ്. അപ്പോൾ PF ആവശ്യത്തിന് വേണ്ടിയിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വന്നു. പക്ഷേ ആൾ സീനിയർ സിറ്റിസൺ ആയ കാരണം, എബവ് 60 ആയ കാരണം പണ്ടൊന്നും നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടാറില്ല. അപ്പോൾ ഈ PF ആവശ്യത്തിന് നിർബന്ധമായിരുന്നു ബർത്ത് സർട്ടിഫിക്കറ്റ് വേണമെന്ന്. ഞങ്ങൾ മുംബൈയിലാണ് താമസിച്ചിരുന്നത്, ഇപ്പോൾ നാട്ടിൽ സെറ്റിൽ ആയതാണ്. അപ്പോൾ പല വെക്കേഷനിലും ഞങ്ങൾ നാട്ടിൽ വന്ന് പോയാലും പല ആൾക്കാർക്കും അപ്പച്ചനെ കണ്ടാൽ ചിലപ്പോൾ തിരിച്ചറിയില്ല എന്നൊരു ഡൗട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അതിന് മുമ്പ് തന്നെ മാതാവിൻ്റെ പത്രം വഴി ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിതിന് മുമ്പ് ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ടീച്ചറാണ്. അപ്പോൾ അതിൻ്റെ ഒരു സെറ്റ് എക്സാം, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സെറ്റ് എക്സാം പാസ്സാക്കി തന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങളത് തന്നെ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തു. ഈ ബർത്ത് സർട്ടിഫിക്കറ്റിന് ഞങ്ങൾ ആദ്യമായിട്ട് വില്ലേജ് ഓഫീസറിനാണ് അപ്രോച്ച് ചെയ്തത്. അപ്പോൾ അദ്ദേഹം വളരെ ഇമ്പോസിബിൾ ടാസ്ക്കാണ് പറഞ്ഞത്. അപ്പച്ചൻ്റെ കൂടെ പഠിച്ച ബാച്ചിൽ 2 സ്റ്റുഡൻസിനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ മുംബൈയിലായ കാരണം കൂടെ പഠിച്ച സ്റ്റുഡൻസൊക്കെ എവിടെയാണെന്ന് അപ്പച്ചനും അറിയില്ല, റിലേറ്റീവ്സിനും അത്ര പറഞ്ഞു തരാനുള്ള അറിയില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ ഒരു ദിവസം ഇതുപോലെ തന്നെ വില്ലേജ് ഓഫീസിൽ പിന്നെയും പോയി, സർ വേറെ എന്തെങ്കിലും കൺസെഷൻ ഞങ്ങൾക്ക് തരാൻ പറ്റുമോ, ഇത് കമ്പൽസറി ആണോ എന്ന് ചോദിച്ചപ്പോൾ സാറ് ഇല്ല, പറ്റില്ല, അന്ന് പഠിച്ച സ്റ്റുഡൻറ്റ് ഇതെന്നാന്ന് അറിയാൻ വേണ്ടിയിട്ട് 2 വിറ്റ്നസിനെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളന്ന് വില്ലേജ് ഓഫീസറെ പുറത്ത് നിന്ന് മാതാവിൻ്റെ കാശുരൂപം പിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു സർപ്രൈസ് പോലെ, അല്ലെങ്കിൽ ഒരു സഡനായിട്ട് ഡാഡിയുടെ കൂടെ പഠിച്ച ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അയാൾ എന്തോ കാര്യത്തിന് ഓഫീസിൽ വന്ന് ഡാഡീനെ തിരിച്ചറിയുകയും ഡീറ്റെയിൽസ് ചോദിക്കുകയും ചെയ്തപ്പോൾ ആൾ പറഞ്ഞു, ഓ ശരി, അപ്പോൾ എനിക്ക് ഈ ഒരു ആവശ്യത്തിന് വന്ന കാരണം എനിക്ക് എത്ര ആളെ വേണം, ഞാൻ നിങ്ങളെ സംഘടിപ്പിച്ച് തരാമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. അപ്പോൾ അവർ തന്നെ ഞങ്ങളെ പഠിച്ച സ്കൂളിൽ കൊണ്ടുപോയി ഞങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ്, അറിയാലോ സീനിയർ സിറ്റിസനാന്ന് പറഞ്ഞാൽ പണ്ടത്തെ അഡ്മിഷൻ രജിസ്റ്ററിൽ നിന്ന് TC എടുത്തിട്ട് വേണം ബാക്കി പ്രൊസീജിയർ എടുക്കാൻ. അപ്പോൾ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ആ ചേട്ടൻ വന്ന് ഞങ്ങളെ ദൂതനെ പോലെ, ജോസഫ് അച്ഛൻ എപ്പോഴും പറഞ്ഞ നിനക്ക് മുമ്പേ ഞാനൊരു ദൂതനെ അയച്ച് കാര്യങ്ങൾ ശരിയാക്കി തരുമെന്ന് പറയാറുണ്ട്. അപ്പോൾ അത് പ്രകാരം ആ ചേട്ടൻ ഞങ്ങളെ വില്ലേജ് നമ്മളെ സ്കൂളിലേക്ക് കൊണ്ടുപോവുകയും കൃത്യമായിട്ട് അവിടുത്തെ ക്ലർക്കിനെ ഞങ്ങൾ കാണുകയും, അവിടെയും വേറെ ഒരു അത്ഭുതം കണ്ടത്, കൃത്യമായിട്ട് ഞങ്ങൾ ഏജ് പറഞ്ഞു കൊടുത്തപ്പോൾ അതിന് അവിടുത്തെ PUന് ജസ്റ്റ് ഒരു രജിസ്റ്ററിൽ കൈവച്ചു. അതിൽ ഒരു 7th or 8th പേജിൽ അപ്പച്ചൻ്റെ പേരുണ്ടായിരുന്നു. അപ്പോൾ അത് വലിയ സന്തോഷമായി. അത് ഞങ്ങൾക്ക് തരികയും ചെയ്തു. ഞങ്ങൾ വില്ലേജ് ഓഫീസറിൽ ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് 2 പേരെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾക്ക് ഒരുപാട് പേരെ ഞങ്ങൾക്ക് റാലിക്ക് കൊണ്ടുപോകാനുള്ള ആൾക്കാരെ ഞങ്ങൾക്ക് വില്ലേജ് ഓഫീസിലേക്ക് കിട്ടി. പക്ഷേ ഞങ്ങൾ 2 ആളെ ഞങ്ങൾ കൊണ്ടുപോയി. ഞങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് 2023 കിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ 2 വർഷം വളരെ പ്രാർത്ഥിച്ച്, കൊറോണ ആ സമയത്തൊക്കെ നിരന്തരം പ്രാർത്ഥിക്കുകയും ഇവിടെ അലൗഡ് അല്ല, പക്ഷേ ഞങ്ങൾ പുറത്ത് വന്ന് പ്രാർത്ഥിക്കുകയും ഈ നിയോഗത്തിന് ഞങ്ങൾ 3 ആൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി 2023 വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് മാതാവ് അത് സാധിച്ചു തന്നത്. രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുമ്പോൾ, എൻ്റെ ഡാഡിയുടെ വീട്ടിലെ പാർട്ടീഷനെ പറ്റി കുറച്ച് തർക്കങ്ങളുണ്ടായിരുന്നു. ആരും അങ്ങോട്ട് വിട്ടുകൊടുക്കാത്തൊരവസ്ഥ. ഞങ്ങൾ പുറത്തായ കാരണം ഞങ്ങളോട് കോപ്പറേറ്റീവ് ചെയ്യാൻ കുറച്ച് ബ്രദേഴ്സിന് കുറച്ച് വിഷമമായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ മാതാവിനോട് പറഞ്ഞ മാതിരി മാതാവിനെ ഞങ്ങൾ സമർപ്പിച്ചു. അപ്പോൾ ഞങ്ങളെ പല ആൾക്കാരും ഞങ്ങളെ അഡ്വൈസ് ചെയ്തു, നിങ്ങൾ പോയി കേസ് കൊടുക്കൂ, കേസ് കൊടുത്താൽ നമുക്ക് ഇത് എന്തെങ്കിലും ഒരു തീരുമാനമാക്കി തരാമെന്ന് ഞങ്ങളെ ഉപദേശിക്കുകയും ചെയ്തു. പക്ഷേ ഞങ്ങൾ അന്നും ഇന്നും ഞങ്ങളെന്നും മാതാവിൻ്റെ സ്വന്തം ആൾക്കാരാണ്. അപ്പം ഞങ്ങളെപ്പോഴും ഈ കേസിനൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ, സ്വന്തം ആൾക്കാരെതിരെ പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് ഭയങ്കര വിഷമമുള്ള കാര്യമായിരുന്നു, പ്രത്യേകിച്ച് അപ്പച്ചൻ. അങ്ങനെ ഞങ്ങൾ മുട്ടിപ്പായി ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഒരേ ദിവസം ഞങ്ങൾ 3 ആൾ ഇതുപോലെ തന്നെ വെഞ്ചരിച്ച കാശുരൂപം, മാതാവിൻ്റെ ഉടമ്പടി തൈലവും ഉപ്പും കൊണ്ട് ഞങ്ങൾ വില്ലേജ് ഓഫീസറിൻ്റെ പുറത്ത് നിൽക്കുകയും പ്രാർത്ഥിച്ച് നിന്ന് ഞങ്ങളുടെ ടേൺ വന്നപ്പോൾ ഞങ്ങൾ ചെന്ന്
അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ വില്ലേജ് ഓഫീസർ ഞങ്ങൾക്ക് ഇതുപോലെ കുറേ ഇമ്പോസിബിൾ ടാസ്കുകൾ പറഞ്ഞു തന്നു. അതനുസരിച്ച് ഞങ്ങൾ തൊട്ട് അപ്പുറത്ത് ഒരു 3-4 ആധാരം എഴുതുന്ന ഓഫീസുണ്ട്. അപ്പോൾ അവിടെ ആരെങ്കിലും അപ്രോച്ച് ചെയ്ത് നിങ്ങൾ സൊല്യൂഷൻ കണ്ടെത്തുമെന്നാണ് വില്ലേജ് ഓഫീസർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. പക്ഷേ ഈ 4-5 ബോർഡ് കണ്ടപ്പോൾ ഏത് സ്ഥലത്ത് പോകണമെന്ന് ഞങ്ങൾക്ക് ഒരു നിശ്ചയമില്ല. ആരാണ് ഞങ്ങളെ അവിടെ സഹായിക്കാതിരിക്കുന്ന ദൂതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ പുറത്ത് ഈ ആധാർ ഓഫീസ് 4-5 ഒരേ ലൈനിലാണ്. അപ്പോൾ ഞങ്ങൾ പുറത്ത് നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾക്കൊരു ബോർഡ് കണ്ടപ്പോൾ എന്തോ ഒരു ആകർഷണം തോന്നി. ഞങ്ങൾ കൃത്യം ആധാർ ഓഫീസിലേക്ക് പോവുകയും ചെയ്തു. അവിടുത്തെ സാറിനോട് ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അപ്പച്ചൻ്റെ വീട്ടുപേരും അപ്പച്ചൻ്റെ പേരും ഒക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വന്നു ആ ഡോക്യുമെൻറ്റേഷൻ ചെയ്തത് അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹം ഒരു ദൂതനെ പോലെ ഞങ്ങളോട് പല കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനാണ് ഡോക്യുമെൻറ്റേഷൻ ചെയ്തത്, നിങ്ങൾ ഇന്ന സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാണെങ്കിൽ ഞാനത് ഉറപ്പായി നിങ്ങൾക്ക് നിങ്ങളുടെ അവസ്ഥ എനിക്കറിയാം, ഞാൻ ഉറപ്പായി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കത് വലിയ സന്തോഷമായി. അതനുസരിച്ച് ഞങ്ങൾ പല വില്ലേജ് ഓഫീസുകൾ ഇതുപോലെ തന്നെ പല സ്ഥലത്തും വെയിറ്റ് ചെയ്ത് അവരെ ടേൺ നോക്കി എളിമയോട് നിന്ന് മാതാവ് പറഞ്ഞ പോലെ എളിമയോടെ നിന്ന് അവർ ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സൊക്കെ തരികയും അതുകൊണ്ട് ഞങ്ങൾ ആധാർ ഓഫീസിൽ പോവുകയും കൃത്യമായിട്ട് സർട്ടിഫൈഡ് കോപ്പി തന്നെ ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു. അത് കാരണം ഞങ്ങൾക്ക് പാർട്ടീഷൻ്റെ ഭാഗം ഡാഡിക്ക് കിട്ടുകയും ചെയ്തു. ഇതുകൂടാതെ ഞങ്ങൾക്ക് പല അനുഗ്രഹങ്ങളും മാതാവ് തന്നിട്ടുണ്ട്. മാതാവ് ഞങ്ങളുടെ വീട്ടിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. പണ്ടൊക്കെ മാതാവ് എനിക്ക് പ്രത്യേകിച്ച് അടയാളങ്ങൾ കിട്ടാറുണ്ട്. പക്ഷെ അന്ന് എനിക്ക് മനസ്സിലാവാറില്ല. അന്ന് ഞാൻ ഉടമ്പടിയിലല്ല. മാതാവിനെ പണ്ട് ഞങ്ങൾ ഈ കടലിൻ്റെ മീതെ നിൽക്കണത് കണ്ടിട്ടുണ്ട്. പിന്നെ വെള്ളം ഇങ്ങനെ ഉയരുമ്പോൾ മാതാവ് ഇങ്ങനെ റൈറ്റ് ഹാൻഡ് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല അതെന്താണ് 2014. അപ്പോൾ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ ഞങ്ങൾ 2019 ഇവിടെ വന്ന് ഈ രൂപം കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾക്ക് ഇനി ജീവിതത്തിൽ ദുരന്തങ്ങളോ എന്തെങ്കിലും വരുന്നെങ്കിൽ നമുക്ക് ടേൺ ആവുക അല്ലെങ്കിൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ ഒരു രൂപം ഒരാൾ ഓൾറെഡി ഞങ്ങൾക്ക് വേണ്ടി കേരളത്തിൽ കാത്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പല പ്രാവശ്യവും ഡാഡിക്കും മമ്മിക്കും എനിക്കും മാതാവിനെ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ 2024 തൊട്ട് സാക്ഷ്യം പറയാൻ ട്രൈ ചെയ്യാണ്. ഞങ്ങളുടെ അപ്പച്ചൻ്റെ പാർട്ടീഷൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ 2024 കിട്ടി. പക്ഷേ ഞങ്ങൾ പല പ്രാവശ്യം കൗണ്ടറിൽ വന്ന് ചോദിക്കുമ്പോൾ പല തിരക്കും അങ്ങനത്തെ പല അവസ്ഥകളിലൂടെ വന്നപ്പോൾ ഞങ്ങളെ മാറ്റി നിർത്തുകയാണ് ചെയ്യുക. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇപ്പോൾ പുതുക്കണ ഡേറ്റാണ് ഇന്നിപ്പോൾ ഞങ്ങൾ പുതുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ ഇന്ന് സാക്ഷ്യം പറയാൻ പറ്റുമോ എന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. അപ്പോൾ 2 ആഴ്ച മുമ്പ് ഞാൻ ഉറങ്ങണ സമയത്ത് ഞാൻ കാണാണ് ഞാൻ ജോസഫച്ചൻ അൾത്താരയിൽ നിൽക്കുന്നുണ്ട്, ഞാൻ താഴെ നിൽക്കുന്നുണ്ട്, ഞാൻ മുട്ടുകുത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വിചാരം ഉറങ്ങിയിട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം അച്ഛനോട് വന്ന് കൺഫേം ചെയ്യാനുണ്ടാവും. അതാവും ഞാൻ അങ്ങനെ ഒരു ദൃശ്യം അല്ലെങ്കിൽ ഒരു സീൻ മാതാവ് എനിക്ക് കാണിച്ചെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്നാണ് എനിക്കിവിടെ വന്നപ്പോൾ ഞാൻ ഇന്ന് ജസ്റ്റ് ചോദിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഓ ശരി എനിക്ക് സാക്ഷ്യം പറയാമല്ലോ. അപ്പോൾ ഇന്നാണ് എനിക്ക് ആ ഒരു വിഷൻ്റെ ഇൻറ്റർപ്രിട്ടേഷൻ ഇന്നാണ് മനസ്സിലായത്. ഇന്നാണ് മാതാവ് ഞങ്ങളെ ഒരുക്കിയത്. പിന്നെ ഇപ്പോൾ ഒരു 2 മാസം മുമ്പ് ഞങ്ങൾ 5 മണി 5:15 ഞങ്ങൾ എൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥന ചെല്ലാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങും. ഞാൻ മുകളിലാണ് ഉറങ്ങുന്നത്. അപ്പോൾ മുകളിൽ നിന്ന് ഞങ്ങൾ താഴെ വരുമ്പോൾ ഒരു 5 മിനിറ്റ് മുമ്പ് ഞാനൊരു സ്വപ്നം കാണാണ്. ആരാന്ന് എനിക്കറിയില്ല. താഴെ വീണിട്ട് കറക്റ്റ് റൈറ്റ് സൈഡിൽ വലിയൊരു സ്വെല്ലിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് എൻ്റെ മനസ്സിലെ അപ്പച്ചനാണ് എനിക്ക് തോന്നിയത്. അപ്പച്ചനാവോ? ഞാൻ ഇറങ്ങി വന്നിട്ട് ആദ്യം അപ്പച്ചനെ ചെക്ക് ചെയ്തു, ഇതങ്ങനെയാണോ? അപ്പോൾ ഡാഡി പറഞ്ഞേ ഇല്ല എനിക്കൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഡെയിലി റൂട്ടീന് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ അമ്മേനെയാണ് കണ്ടത്. അമ്മേനെ കണ്ടപ്പോൾ കൃത്യം ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ സൈഡിൽ അത്രയും അത്രയും സ്വെല്ലിങ് ഞാൻ സ്വപ്നത്തിൽ കണ്ട അത്രയും സ്വെല്ലിങ് അമ്മയുടെ ഫേസിലുണ്ട്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ ഹോസ്പിറ്റലിൽ പോകാൻ ഫേസ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് അറിയില്ല, എനിക്കൊരു പേടിയുമില്ല. ഞാൻ ആദ്യം ചെന്ന അമ്മയ്ക്ക് ഉടമ്പടി തൈലവും മാതാവിൻ്റെ തേനും നാവിൽ വെച്ച് മാതാവിൻ്റെ നമ്മൾ വെഞ്ചരിച്ച ഉപ്പും അമ്മയുടെ കയ്യിൽ വെച്ച് ഞാൻ തന്നെ വണ്ടി എടുത്ത് ഡ്രൈവ് ചെയ്ത്, എനിക്കറിയില്ല എനിക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത്. ഞാൻ തന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോഴേക്കും പകുതിയാകുമ്പോഴേക്കും ആൾ ഓക്കെ ആയി. അവിടെ ചെന്നപ്പോൾ എല്ലാ ടെസ്റ്റും നോർമലായിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ജീവിതത്തിലെ ഒരു ദുരന്തം എന്തെങ്കിലും വരികയാണെങ്കിൽ മാതാവ് എന്നെ കരുതലോടെ അത് മുൻകൂട്ടി എനിക്കൊരു വിഷൻ തരുന്നുണ്ട്. അതെൻ്റെ യോഗ്യത കൊണ്ടല്ല, എനിക്കറിയില്ല മാതാവ് എന്നെ എന്തിനാണ് ഇത്രയും സ്നേഹിക്കുന്നതെന്ന് എനിക്കറിയില്ല.
ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ മാതാവിൻ്റെ ചെറുപ്പം തൊട്ട് തന്നെ വലിയ ഭക്തിയാണ്. പക്ഷേ മാതാവ് ഒരു വല്ലാത്ത രീതിയിലാണ് ഞങ്ങളെ അച്ഛൻ പറഞ്ഞ പോലെ എയർ ലിഫ്റ്റ് ചെയ്യുന്നത്. നോട്ട് ബൈ മെറിറ്റ്, ബൈ ഗ്രേസ്. ഇപ്പോൾ എൻ്റെ സാക്ഷ്യം കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ, ഞങ്ങൾ 0 മെറിറ്റുള്ള ആൾക്കാരാണ്. പക്ഷേ മാതാവ് അത് എങ്ങനെയോ ഞങ്ങളെ എയർ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം ബോൺ ക്രിസ്ത്യനായിരുന്നു. പറഞ്ഞ പോലെ മാതാവിൻ്റെ ഭക്തിയാണ്, പള്ളിയിലൊക്കെ പോയാലെങ്കിലും എന്തോ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഞാൻ ശരിക്കും ഒരു ക്രിസ്ത്യാനിയായത്. ശരിക്കും ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ഒന്നും ചെറുപ്പം തൊട്ടേ എനിക്കറിയാം. എൻ്റെ അപ്പനും അമ്മയും ഒരിക്കലും അത് മുടങ്ങാൻ സമ്മതിച്ചിട്ടില്ല. അതിന്നും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ ആയിരിക്കാം ഞങ്ങളിവിടെ എത്താൻ കാരണം. ബൈബിൾ വായിക്കാൻ പറയുകയാണെങ്കിൽ സിസ്റ്റർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബൈബിളൊക്കെ വായിക്കുക എങ്ങനെയാണെന്ന്. അപ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. നമ്മളിങ്ങനെ പൊങ്ങച്ചം പറയുന്നതല്ല. എൻ്റെ ഒരു 20 പ്രാവശ്യം ഞാൻ ഇംഗ്ലീഷാണ് വായിക്കുക. എനിക്ക് ഇംഗ്ലീഷാണ് കുറച്ചും കൂടി ഫ്ലുവൻസി. അപ്പോൾ ഞാനൊരു 20 ടൈംസ് എൻ്റെ വായിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇവർ രണ്ടാളും ഒരു എബവ് 15 അറിയാലോ. 2019 ഉടമ്പടി എടുത്താൽ ഒരുവിധം റൗണ്ടാവും. അത് മാത്രമല്ല, ഞങ്ങൾക്ക് 3 ആൾക്ക് പേഴ്സണൽ ബുക്സ് ഉണ്ട്. അമ്മയ്ക്കൊരു ഡയറി, ഡാഡിക്കൊരു ഡയറി ഉണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് ഒരു പേജ് എടുത്തിട്ട് ഒരു 450 വചനങ്ങൾ ഞാൻ ലാമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. യാത്ര ചെയ്യുമ്പോഴും കാലത്ത് ക്ലാസ്സിൽ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ജോലിയിലായിരിക്കുമ്പോൾ ചില വചനങ്ങൾ നമ്മുടെ തലയിൽ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാനതെന്നും എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന പോലെ ഞാൻ റിവൈസ് ചെയ്യാറുണ്ട്. കാരണം 350 വചനങ്ങളൊക്കെ പഠിക്കുമ്പോൾ അത് മറന്നു പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം ഇത്രയും പഠിച്ചുണ്ടാക്കിയത് മറന്നു പോകുമല്ലോ. അപ്പോൾ ഞാൻ എന്നും എക്സാമിന് പോലെ ഞാൻ പഠിക്കും. അപ്പോൾ ഞാൻ എന്നും ഞാൻ ടീച്ചറാന്ന് പറഞ്ഞ പോലെ സ്റ്റാഫ് റൂമിൽ ഇരുന്ന് വായിക്കുമ്പോൾ എൻ്റെ ടീച്ചേഴ്സ് എന്നെ കളിയാക്കും. നിനക്ക് നാളെ എക്സാം ആണോ സിമി, നീ എന്നും അതെന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ അവർ പറയും. പക്ഷേ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളും നമുക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ കണ്ട് അവർക്കും സിമി ഞങ്ങളും ആലപ്പുഴയിൽ എപ്പോൾ വന്നാലും അവർ വരും ചെയ്യും. എന്നോട് പറയാണ്ട് വരികയും ചെയ്യും. വന്നിട്ട് ഞങ്ങൾ പോയിണ്ടായിരുന്നു പറയും. ഞങ്ങൾ പല ആൾക്കാരും നോൺ ക്രിസ്ത്യൻസിനെ ഞങ്ങളിവിടെ കൊണ്ടുവരല്ല, ഞങ്ങൾ പറയാണ്ട് തന്നെ അവർ വന്ന് ഞങ്ങളുടെ ലൈഫിൻ്റെ വിറ്റ്നസ് കണ്ടിട്ട് അവർ സാക്ഷി എടുത്തിട്ടുണ്ട്. കാരുണ്യപ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൂന്നാളും ഉടമ്പടിയിലായാലും കാരണം ഞങ്ങൾക്ക് ഒരു 9 ബണ്ടിൽ പേപ്പേഴ്സ് കിട്ടും. അപ്പോൾ ഞങ്ങൾ 3 ആളും 3 ഡയറക്ഷനിലേക്ക് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ എല്ലാ സ്ഥലത്തും അർഹതപ്പെട്ടുള്ള ആൾക്കാരെ ഞങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾ മാതാവിൻ്റെ ചിലർ ചോദിക്കുക എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളത് പറഞ്ഞു കൊടുക്കാറുണ്ട്. ചിലർ വേണ്ടാന്ന് പറയുമ്പോൾ ഞങ്ങൾ സ്മൈൽ ചെയ്തിട്ട് ഓക്കെ വേറെ അടുത്ത ആൾക്ക് ഞങ്ങൾ അപ്രോച്ച് ചെയ്യാറുണ്ട്. അതിതുവരെ മുടക്കിയിട്ടില്ല. ഒരു പേപ്പർ ഞങ്ങളുടെ വീട്ടിൽ പെൻഡിങ്ങും വെച്ചിട്ടില്ല. പിന്നെ കാരുണ്യപ്രവർത്തനം എന്ന് പറഞ്ഞാൽ പണ്ട് ഞങ്ങൾ ബസ് സ്റ്റാൻഡിലും അങ്ങനെ പല സ്ഥലത്ത് തൃശ്ശൂർ പുത്തമ്പള്ളിയിലും അങ്ങനെ പല സ്ഥലങ്ങളിൽ ഭിക്ഷക്കാരി ഇരിക്കുമ്പോൾ ഞങ്ങൾ പൊതിച്ചോറ് ഞങ്ങൾ കൊണ്ടു കൊടുക്കാറുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പ്ലാസ്റ്റിക്കിലാണ് നമുക്ക് ചില പാക്ക് ചെയ്ത് തരാം. അപ്പോൾ അത് പോലീസുകാർ പ്രശ്നം ഉണ്ടാക്കണം തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് അത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതും മാതാവിൻ്റെ ഒരു ഇനി എന്ത് ചെയ്യും ഞങ്ങൾ ചിന്തിക്കുമ്പോഴാണ് ഒരു ആക്സിഡൻ്റലി അല്ലെങ്കിൽ കോയിൻസിഡൻ്റലി ഞങ്ങളുടെ പള്ളിയോട് ചേർന്നൊരു ഓർഫനേജ് എന്ന് പറയാൻ പറ്റില്ല, ചിൽഡ്രൻസ് ഹോം വരികയും ചെയ്തു. അവിടെ ഒരു 10-40 മക്കളുണ്ട്. അപ്പോൾ അവർക്ക് അവിടെ ഞങ്ങൾ പോവുകയും ആവശ്യമായ ഗ്രോസറി അവിടുത്തെ സിസ്റ്റേഴ്സിനോട് ചോദിച്ച് ഞങ്ങൾക്ക് വലിയ പണക്കാരല്ല ഞങ്ങൾ, പക്ഷേ ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ഞങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യാറുണ്ട്. മരണം വരെ ഞങ്ങൾ 3 ആൾക്കും ഈ ഉടമ്പടിയിൽ തുടരാനാണ് ആഗ്രഹം, വിശുദ്ധിയിൽ ജീവിക്കാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം. ഇനി നിയോഗങ്ങളുണ്ടോയെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഒന്നുമില്ല. കാരണം ഞങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. മാതാവ് അത് എഴുതാണ്ട് തന്നെ മാതാവ് എല്ലാം നടത്തി തരുന്നുണ്ട്. അപ്പോൾ മരണം വരെ വിശുദ്ധിയിൽ ജീവിക്കാനും 3 ആൾക്കും ഒരുമിച്ച് എപ്പോഴും ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കാനുമാണ് ആഗ്രഹം. യേശുവെ നന്ദി, യേശുവെ സ്തുതി. മാതാവിന് തിരുക്കുമാരന് കോടാനുകോടി നന്ദി. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 32-ാം അധ്യായം 40-ാം തിരുവചനം. ഞാൻ അവരുമായി ശാശ്വതമായൊരു ഉടമ്പടി ഉണ്ടാക്കും. അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല. അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും. ദൈവം ആഗ്രഹിക്കുന്ന നാം ഒരിക്കലും ഈശോയിൽ നിന്ന് പിന്തിരിഞ്ഞു പോകരുത്. നമുക്കതിനുള്ള ചൈതന്യവും സ്നേഹവും ദൈവസ്നേഹം നിറച്ചുകൊണ്ടാണ് നാം ഉടമ്പടിയിൽ ജീവിക്കുന്നത്, ഉടമ്പടി എടുക്കുന്നതും ഉടമ്പടിയുടെ വാഗ്ദാനങ്ങൾ ഈശോ നമ്മിൽ നിറവേറ്റുന്നതും. ഈശോ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്ന് ഓരോ സാക്ഷ്യത്തിലും നമുക്ക് കേൾക്കാൻ സാധിക്കും. ഉടമ്പടി എടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു ആത്മീക
ബോണ്ട്, ആ ബന്ധം അത്രയ്ക്കും ആഴമുള്ളതാണ്. ഈശോയും ഞാനും തമ്മിലുള്ള ആ ഒരു വലിയ ആത്മീയ ബന്ധത്തിൻ്റെ അളവ് പൗലോസ്ലീഹ പറയുന്നത് പോലെ ദൈവസ്നേഹത്തിൻ്റെ ആഴമളന്ന് നോക്കാൻ ഉയരത്തിനോ താഴ്ചയ്ക്കോ കഷ്ടതയ്ക്കോ ഉയരത്തിനോ ഒന്നും തന്നെ ആർക്കും തന്നെ എന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കില്ല എന്ന് വിശുദ്ധ പൗലോസ്ലീഹ വളരെ ശക്തമായി നമ്മോട് പറയുന്നുണ്ട്. ഇവർ 3 പേരും സിൽവർ ഗ്രേ ഉടമ്പടിയിലാണ് എന്നതിനർത്ഥം ഇവർ കണ്ടിന്യൂസ് ആയി ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർക്കാണ് എപ്പോഴും സിൽവർ ഗ്രേ ഉടമ്പടി കൊടുത്ത് അനുഗ്രഹിക്കുന്നത്, അവർക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. ജോസഫ് അച്ഛൻ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്, ഒരു വലിയ ധ്യാനം സിൽവർ ഗ്രേ കഴിഞ്ഞിട്ടുള്ളവർക്ക്, ഉടമ്പടിയിലായിരിക്കുന്നവർക്ക്, നല്ല വിശുദ്ധിയിൽ വളരെ വിശ്വസ്തയോട് ജീവിക്കുന്നവർക്ക് വേണ്ടി ഒരു ധ്യാനം ഒരുക്കുന്നുണ്ട്. അത് നമുക്ക് അതിൻ്റെ അനൗൺസ്മെൻറ്റ് പിന്നീട് ഉണ്ടാകും. വിശ്വസ്തയോടെ വിശുദ്ധിയോടുകൂടി ജീവിക്കുമ്പോൾ ഈശോയുമായി എത്രമാത്രം ബന്ധത്തിൽ ആഴ്ന്നിട്ടുണ്ട് എന്ന് മാറ്റുരച്ച് നോക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. നമുക്ക് അതിനുവേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം, എല്ലാം സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇവർ 3 പേരും ഒരേ നിയോഗത്തിനാണ് പ്രാർത്ഥിച്ചത്. ഇവർക്കൊരുപാട് ബുദ്ധിമുട്ടുകൾ ഉടമ്പടി എടുക്കുന്ന സമയത്തുണ്ടായിരുന്നതിന് സാക്ഷ്യം പറയാൻ വൈകിയതിന് അവർ ഈശോയോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. 3 പേരും ഉടമ്പടിയിലായിരുന്നവർ പല പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. സീനിയർ സിറ്റിസനായ ഡാഡിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ലഭിക്കുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. കുടുംബത്തിൽ കാലങ്ങൾക്ക് മുൻപ്, വർഷങ്ങൾക്ക് മുൻപ് വീടുകളിലാണ് നമ്മുടെ ജനനമുണ്ടായിരുന്നത്. ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭ്യമല്ല. കേരളത്തിൽ നിന്ന് പുറത്തുപോയി ജീവിക്കുന്നവർക്ക്, അവർക്ക് മാതാപിതാക്കൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അവരുടെ സിബ്ലിങ്സ് അവർ സമ്മതിക്കുന്നില്ലെങ്കിൽ, ഒരു ഐഡൻറ്റിറ്റി കാർഡ് കൊടുക്കാൻ അവർ സമ്മതിക്കുന്നില്ലെങ്കിൽ, അവർ കൂടെ പഠിച്ചവരെങ്കിലും അവർക്കുണ്ടാകണം. ഇങ്ങനെ ആരുമില്ലാത്ത ഒരവസ്ഥയിലുള്ള, ആരും തന്നെ അറിയില്ല എന്ന് പറയപ്പെടുന്ന ഒരവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു മനോവേദന, എല്ലാവരും ജീവിച്ചിരിക്കാൻ എനിക്ക് ആരുമില്ല എന്നുള്ളൊരു തോന്നൽ, ഒരു ഒറ്റപ്പെടലിൻ്റെ വലിയൊരു അനുഭവമാണത്. ഈ ഡാഡി കടന്നുപോയത് അതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിടെയാണ് ദൈവം തൻ്റെ ദൂതനെ അയച്ച് ഉടമ്പടിയിലായിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ക്രമപ്പെടുത്തുന്ന വ്യക്തികൾ. ഈ സഹോദരി പറയുകയായിരുന്നു, സിമി പറയുന്നു, ഞങ്ങൾക്കൊരു റാലിക്കുള്ള ആളുകൾ ഡാഡിക്ക് വേണ്ടി സൈൻ ചെയ്യാനും മൊഴി കൊടുക്കുവാനും ഐഡൻറ്റിറ്റി കാർഡ് പ്രൂഫ് കൊടുക്കുവാനൊക്കെ ഉണ്ടായി എന്ന് പറയുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന അമ്മയാണത്. ഇവർ വളരെ വിഷമിക്കുന്നൊരു സമയമാണ്. ഞങ്ങൾക്കിനി ആരുമില്ല, ഞങ്ങൾക്ക് വേണ്ടി സാക്ഷ്യം പറയാൻ ആരുമില്ല, എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടില്ല, ഞങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ സർക്കാരിൽ നിന്ന് ലഭിക്കാൻ ഇനി പോസിബിലിറ്റി ഇല്ല എന്നൊക്കെ പറയുമ്പോൾ അസാധ്യങ്ങളെ സാധ്യങ്ങളാക്കുന്ന ഒരമ്മ നമ്മൾ ഉടമ്പടിയിലൂടെ ഇടപെടുകയാണ്. നാം ഉടമ്പടി ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം, നാം നിയോഗങ്ങൾ എഴുതുമ്പോൾ അവിടെ ജോമോൾ സിസ്റ്റർ നമ്മളോട് ഊന്നി പറയുന്നുണ്ട്, നിങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന 6 കാര്യങ്ങളാണ് നാം എഴുതേണ്ടത്. പരിശുദ്ധാത്മാവിനെ എനിക്ക് ലഭിക്കുവാനുള്ള ഒരു യോഗ്യത എനിക്കില്ല, എങ്കിലും ഞാൻ എഴുതിയാണ്, എനിക്ക് പരിശുദ്ധാത്മാവിനെ തരണമേ. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ നമുക്കറിയാം നാം എവിടെയെല്ലാം പോയി സാക്ഷി നൽകുമെന്ന് ഈശോ ഉയർപ്പിന് ശേഷം പറയുന്നുണ്ട്. യൂദായിലും സമറിയായിലും ലോകത്തിൻ്റെ അറ്റം വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുമെന്ന വലിയ ഉറപ്പ് നമുക്ക് നൽകുന്നുണ്ട്. ഈശോയോടും പരിശുദ്ധ അമ്മയോടും നന്ദി പറയാം. അതുപോലെ തന്നെ ഇവരുടെ കുടുംബ സ്വത്ത് ഭാഗിക്കുമ്പോൾ ഒരു കേസിന് പോയാൽ വളരെ പെട്ടെന്ന് ഒരു പക്ഷേ അവർക്ക് അർഹതപ്പെട്ട ആ സമ്പത്ത് അവർക്ക് ലഭിക്കുമായിരുന്നു. പക്ഷേ നമ്മുടെ ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും അധികം ആവശ്യമായ ഒരു കൃപയാണ് ക്ഷമിക്കുക എന്നുള്ളത്. ഇവർ വഴക്കിനോ വൈരാഗ്യത്തിനോ ഒന്നും പോകാതെ പരിശുദ്ധ അമ്മയിൽ ആശ്രയം വെച്ച് അവർ പ്രാർത്ഥിക്കുകയും യാതൊരു വൈരാഗ്യമോ വഴക്കോ ഇല്ലാതെ വളരെ സ്നേഹത്തോടുകൂടി അവരുടെ കുടുംബ സ്വത്ത് ഭാഗിക്കുവാനുള്ള ഒരു അനുഗ്രഹം ഈ ഡാഡിക്ക് സംഭവിച്ചു, അനുവദിച്ചു, അനുഗ്രഹം ലഭിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ 2014 ഇവർ ഇവിടെ ശക്തമായ പരിശുദ്ധ അമ്മയുടെ ഇടപെടലും ഉടമ്പടിയുടെ സാക്ഷ്യങ്ങളുമൊക്കെ തുടങ്ങിയത് നമുക്കറിയാം. ജോസഫ് അച്ഛന് 2004 പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം 10 വർഷം കഴിഞ്ഞപ്പോഴാണ് പരിശുദ്ധ അമ്മ ശക്തമായി ജോസഫ് അച്ഛനോട് പറയുന്നത്, ഉടമ്പടി നമുക്ക് തരുന്നത്. അപ്പോൾ തന്നെ ഈ മകൾക്ക് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷം, തങ്ങളുടെ ജീവിതത്തിൻ്റെ കടലിൻ്റെ ദുരന്തങ്ങളുടെ മുകളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഒരു വലിയ പ്രത്യക്ഷം ഈ മകൾക്കുണ്ടായെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ സ്വപ്നങ്ങളും ദർശനങ്ങളുമെല്ലാം ഈ മകൾക്കുണ്ടായി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു.
സിൽവർ ലൈനിൽ വന്നാൽ നമ്മെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ ഓർമ്മിപ്പിക്കും. ഈ മകൾ പറയുന്നു, ഞങ്ങൾക്കൊന്നിനും കുറവില്ല. വളരെ കണ്ടെയ്ൻമെൻ്റ് ആയിട്ടുള്ള എൻ്റെ വീട്ടിൽ കത്തുന്ന മെഴുകുതിരികൾ ഒലിച്ചിറങ്ങുമ്പോൾ എനിക്കുണ്ടാകുന്ന, ഞങ്ങൾ ഒരിക്കലും മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ അഹങ്കരിക്കാത്തവരാണ് എന്നുള്ള ഒരു വലിയ വസ്തുത പാതിരപ്പിയെ പോലെ നമുക്ക് പറയാൻ സാധിക്കാം. ഈശോയുടെ സന്നിധിയിൽ ഞാൻ മുട്ടുകുത്തുമ്പോൾ എനിക്കെല്ലാം സാധ്യമാണ്. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി എല്ലാം മാധ്യസ്ഥം വഹിച്ച് ഈശോ നമ്മോടുകൂടി ജീവിക്കുന്ന വലിയ അത്ഭുതം. ഈശോ നമ്മെ സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്ക് മാറ്റുരച്ച് നോക്കാം. യോഹന്നാനെ പോലെ പറയാം, ഈശോ സ്നേഹിക്കുന്ന ശിഷ്യൻ, ഞാൻ ഈശോ സ്നേഹിക്കുന്ന വ്യക്തിയാണെന്ന് മറ്റുള്ളവരോട് പറയാൻ ഈശോ പത്രോസിനോട് ചോദിച്ചതുപോലെ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഉത്തരം എന്തായിരിക്കുമെന്ന് നമുക്ക് എപ്പോഴും റെഡി ആൻസർ ആയിട്ടിരിക്കാം. ഈ കുടുംബത്തിന് നൽകിയ ജോസ് കേടിക്കും ഇവരുടെ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും വലിയൊരു കയ്യടി നൽകി സാക്ഷി നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.